എല്ലാ റോഡുകളും നല്ല വൃത്തിക്ക് ഈ റോഡ് മാത്രം ഇങ്ങനെ കിടക്കാനായിട്ട് കാലങ്ങളായി. മൊത്തം കട്ടർ ടാക്സി മേടിക്കുന്നതിനൊന്നും ഒരു കുറവില്ലല്ലോ. വണ്ടി കൊണ്ടുപോകാൻ നമുക്ക് നമ്മുടെ വണ്ടിക്ക് എന്തുമാത്രം ഇതുണ്ടെന്നറിയോ, ടയറും കാര്യങ്ങളെല്ലാം പോകും. വണ്ടി കൊണ്ടുപോകാനോ കാൽനട യാത്രയ്ക്ക് പോലും കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ കാൽനട യാത്രയ്ക്ക് പോലും പറ്റാത്ത സ്ഥിതിയാണ്. പത്തു വർഷമായിട്ടും ടാറിംഗ് നടത്താത്ത നാനാനിപ്പയിൽ ചീരമറ്റം കവല റോഡ് കാരണം പ്രദേശവാസികൾ ഇന്നും ദുരിതയാത്ര തുടരുകയാണ്. അധികൃതരുടെ അനാസ്ഥ കാരണം ഒരു പതിറ്റാണ്ടുകാലം ഈ റോഡിൽ നവീകരണ പ്രവൃത്തി നടന്നിട്ടില്ല. ദിവസവും നൂറുകണക്കിന് ആളുകൾ കടന്നുപോകുന്ന റോഡാണിത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്ന നാളുകളിൽ ഗതാഗത കുരുക്കൊഴിവാക്കാൻ ഉപയോഗിക്കുന്ന സമാന്തര പാത കൂടിയാണിത്. റോഡിൽ കുണ്ടും കുഴിയും രൂപപ്പെട്ടതിനാൽ കൂടുതലും കുരുക്കിലാകുന്നത് ഇരുചക്ര വാഹനങ്ങളിലെ യാത്രികരാണ്. ബാക്കി എല്ലാ റോഡുകളും നല്ല വൃത്തിക്ക് ഈ റോഡ് മാത്രം ഇങ്ങനെ കിടക്കാനായിട്ട് കാലങ്ങളായി. മൊത്തം കട്ടർ ടാക്സി മേടിക്കുന്നതിനൊന്നും ഒരു കുറവില്ലല്ലോ. വണ്ടി കൊണ്ടുപോകാൻ നമുക്ക് നമ്മുടെ വണ്ടിക്ക് എന്തുമാത്രം ഇതുണ്ടെന്നറിയോ, ടയറും കാര്യങ്ങളെല്ലാം പോകും. ഇതിലിന്ന് രാവിലെ ഇന്ന് പണിക്ക് പോകണേ തന്നെ ഈ റോഡൊന്ന് പാസ് ചെയ്യണമെങ്കിൽ തന്നെ 10-20 മിനിറ്റ് വേണം. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഈ പഞ്ചായത്തിൻ്റെ തന്നെ കുഴപ്പമായത്. 10 വർഷത്തിന് മുന്നിലായി ഇവിടെ ഒരു പണി നടന്നിട്ട്. ഇവിടെ നല്ലൊരു സ്റ്റേഡിയം ഉണ്ട്. സ്റ്റേഡിയത്തിൻ്റെ അവിടത്തേക്ക് റോഡൊക്കെ കാണണം എങ്ങനെ കിടക്കുന്നത്. അതങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഇവിടെയൊക്കെ വലിയ വലിയ ടീമുകളാണ് ഉള്ളത്. ആരും നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അവർക്ക് എല്ലാവർക്കും വലിയ കാറും കാര്യങ്ങളും ഉണ്ട്. നമ്മളെപ്പോലെ ചെറിയ വണ്ടിക്കാർ ഇതിലെ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഓരോ വർഷവും കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം അടുക്കുമ്പോഴാണ് ഈ റോഡ് പലരുടെയും ഓർമ്മയിലെത്തുന്നത്. തിരക്ക് നിയന്ത്രണത്തിനായി നിരവധി വാഹനങ്ങൾ ഇതിലെ അപ്പോൾ കടന്നുപോകും. സ്കൂൾ കുട്ടികളടക്കം കടന്നുപോകുന്ന വഴിയാണെന്നും ഇരുചക്ര വാഹനങ്ങളിലെ യാത്രികരാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർക്ക് ശക്തമായ വിയോജിപ്പുമുണ്ട്. ഈ റോഡ് ഇതേപോലെ തന്നെ കിടക്കുകയാണ്. ഒരു റിപ്പയറും നടക്കാതെ അറ്റകുറ്റപ്പണികളൊന്നും നടത്താതെ കണ്ട് ഇപ്പം കുടിവെള്ളത്തിന് വേണ്ടി റോഡാകെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഈ നേരം വരെ അതും ശരിയാക്കിയിട്ടില്ല. വണ്ടി കൊണ്ടുപോകാനോ കാൽനട യാത്രയ്ക്ക് പോലും കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ കാൽനട യാത്രയ്ക്ക് പോലും പറ്റാത്ത സ്ഥിതിയാണ്. കൊട്ടിയൂർ ഉത്സവം വന്നു കഴിഞ്ഞാൽ ബൈപ്പാസായിട്ട് ഉപയോഗിക്കുന്ന റോഡാണിത്. മെയിൻ റോഡ് ബ്ലോക്ക് ആവുന്ന സമയത്ത് ഇതുവഴിയാണ് ബൈപ്പാസായിട്ട് അമ്പലത്തിലേക്കുള്ള പോക്ക്. രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നതടക്കമുള്ള സംഭവങ്ങൾ ഇവിടെ നിത്യകാഴ്ചയാണ്. എത്രയും പെട്ടെന്ന് റീടാറിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ നടത്തി അവഗണനയിൽ നിന്നും ഈ റോഡിനെ കരകയറ്റണമെന്നാണ് ഏവരുടെയും ആവശ്യം. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.